നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഗാഢാലിംഗനം വലിയ ചർച്ചാ വിഷയമാണ്. നയതന്ത്ര സർക്കിളുകളിൽ, ലോകത്തെമ്പാടുമുള്ള ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ വലിയ ഒരു സംസാര വിഷയമാണ്. ചിലരൊക്കെ പാതി തമാശ രൂപത്തിലും കുറേയൊക്കെ ഗൗരവത്തിലും ഈ ഹഗ് ഡിപ്ലോമസിയുടെ സാധ്യതകൾ പരിശോധിക്കാറുണ്ട്. അതിലുള്ള ഡിപ്ലോമസി ഇസ്രയേലുമായി ഉള്ള നയതന്ത്രത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടു. ഹഗ് എന്നത് എല്ലാ രാജ്യത്തെ നേതാക്കളെയും കാണുമ്പോൾ കെട്ടിപ്പിടിക്കും. അത് ചിലരൊക്കെ അതിനെ ബെയർ ഹഗ് എന്ന് പറയും, ചിലരെല്ലാം അതിനെ ധൃതരാഷ്ട്ര ആലിംഗനം എന്നും പറയും. അത് ധൃതരാഷ്ട്രയുടെ റോളിൽ ആരാണ്? നരേന്ദ്രമോദിയാണോ? ഇവിടെ ഇപ്പോൾ നടന്ന ആലിംഗനത്തിൽ അത് ബെഞ്ചമിൻ നെതന്യാഹു ആണോ എന്നതിലാണ് സംശയം. നോക്കൂ, ബെഞ്ചമിൻ നെതന്യാഹു അത് ഏറ്റു പറയുകയും ചെയ്തു. നല്ലൊരു ആലിംഗന വിദഗ്ധനാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് വരെ പറഞ്ഞു. അതിലൊരുപാട് അർത്ഥതലങ്ങൾ വായിച്ചെടുക്കുകയും ചെയ്യാം. നോക്കൂ, ഇസ്രയേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയ സാഹചര്യം, അവിടെ സംഭവിച്ചത്, അതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്, മോദി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന് ശേഷമുള്ള ഒരു വിലയിരുത്തൽ, ഇതെല്ലാം ചേർന്നതാണ് ഈ ഒരു വീഡിയോയുടെ ഇതിവൃത്തം. സാഹചര്യം എന്താണ്? ഇറാൻ അമേരിക്ക സ്റ്റാൻഡ് ഓഫ് മൂർധന്യഘട്ടത്തിൽ നിൽക്കുകയാണ്. ജനീവയിൽ ചർച്ചകൾ നടക്കുന്നു, സമാധാന ചർച്ചകൾ നടക്കുന്നു. ലോകത്തിൻ്റെ കണ്ണുകളെല്ലാം, ഡിപ്ലോമാറ്റിക് കണ്ണുകളെല്ലാം തന്നെ ജനീവയിൽ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ഇൻ ദ സൈഡ് ലൈൻ ഇസ്രയേൽ ഒരു തൽപര കക്ഷിയാണ്. അമേരിക്ക അനുകൂല തൽപര കക്ഷിയാണ്. ഇന്ത്യ ഈ അടുത്ത സമയത്ത് അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിട്ട് ലേശം കൈപൊള്ളി നിൽക്കുകയാണ്. അതിനുശേഷം അമേരിക്കയുടെ സുപ്രീം കോടതി വ്യാപാര നിബന്ധനകളിൽ ഇളവ് വരുത്തി ട്രംപിന് മുഖത്ത് അടിയേറ്റതുപോലെയായി. ഇന്ത്യ ലേശം എടുത്തു ചാടി നേരിട്ട് ഈ വ്യാപാര കരാർ നേരത്തെ അനൗൺസ് ചെയ്തു പോയോ എന്നൊരു സംശയവുമുണ്ട്. ആ ഒരു പശ്ചാത്തലമുണ്ട്. അതേസമയം ഇറാനെ എങ്ങനെ തള്ളിക്കളയും? ഇറാൻ്റെ വിഷയത്തിൽ ഇന്ത്യക്ക് ഒന്നും പറയാനാവാത്ത നിലയാണ്. ചരിത്രപരമായ ഫ്രണ്ടാണ്, സിവിലൈസേഷണൽ ഒരു ലോങ് ടൈം സിവിലൈസേഷണൽ അസോസിയേറ്റാണ്, അയൽ രാജ്യമാണ്, വാണിജ്യ താല്പര്യങ്ങളുണ്ട്. ഇന്ത്യ ഏറെ പണം മുടക്കിയ ചബഹാർ തുറമുഖമുണ്ട്. ഇന്ത്യ മധ്യേഷ്യയിലേക്കുള്ള കവാടമായി ഇറാൻ്റെ ചബഹാർ തുറമുഖത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവിടെ ഇസ്രയേൽ എന്ന രാജ്യത്തെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല. 92 തന്നെ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ഇസ്രയേലിലെ പൂർണ്ണമായി നയതന്ത്ര ബന്ധം തുടങ്ങുകയും അത് നോർമലൈസ് ചെയ്യുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. പിന്നീട് 2017 ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി ജെറൂസലേം, ടെലവീവ് സന്ദർശിക്കുകയാണ്. ആ നരേന്ദ്രമോദി തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം 9 വർഷത്തിന് ശേഷം 2026 രണ്ടാം സന്ദർശനം. മാത്രമല്ല, ഇസ്രയേലിൻ്റെ പാർലമെൻറ്റായ ക്നെസറ്റിൽ സന്ദർശനം നടത്തുന്നു, സംസാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേൽ പാർലമെൻറ്റായ ക്നെസറ്റിൽ സംസാരിക്കുന്നത്. വലിയൊരു സംഭവമാണ്. അത് മാത്രമല്ല, ക്നെസറ്റിൻ്റെ സ്പീക്കറുടെ ഔദ്യോഗിക ബഹുമതി മോദിയുടെ കഴുത്തിൽ ചാർത്തപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ പാർലമെൻറ്റ് മറ്റു രാജ്യത്തെ ഒരാൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണ്. അത് ആദ്യം റിസീവ് ചെയ്യുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം എത്രത്തോളം ഗാഢമായി ഇസ്രായേൽ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതിനുള്ള കാരണമുണ്ട്. ഇസ്രായേലിൻ്റെ ലാർജസ്റ്റ് ആംസ് പാർട്ട്ണർ എന്ന് പറയുന്നത് ശരിയല്ല, ആയുധ കയറ്റുമതി ഇന്ത്യയിലേക്കാണ്. 38%. ഏറ്റവും അവസാന കണക്കുകളനുസരിച്ച് ഇസ്രായേലിൻ്റെ മൊത്തം ആയുധ കയറ്റുമതിയുടെ 38% ഇന്ത്യയിലേക്കാണ്. ലാർജസ്റ്റ് ട്രേഡ് മിലിറ്ററി എക്സ്പോർട്ട് ഈസ് ടു ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വലിയ ആയുധ ഇറക്കുമതി രാജ്യം ഇസ്രായേലാണ്. ഏറ്റവും അധികമുള്ളത് റഫാൽ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ നമ്മൾ വാങ്ങുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസാണ് ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിയുടെ പ്രഭവ കേന്ദ്രം ഇന്ത്യയിലേക്കുള്ളത്. രണ്ടാം സ്ഥാനം ഇസ്രയേലിനാണ്. അതുകൊണ്ട് ഇസ്രയേൽ എന്നത് ചെറിയ രാജ്യമാണ്. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 1/3 പോലുമില്ല. കേവലം 1 കോടിയിൽ താഴെ ജനങ്ങൾ മാത്രം. അതിൽ തന്നെ ജൂത ജനസംഖ്യ ഏതാണ്ട് അതിൻ്റെ 80% വരൂ. ബാക്കി പലസ്തീനിയൻ, അറബ് വംശജരാണ്. അങ്ങനെ ഒരു രാജ്യം, ചെറിയ ഒരു രാജ്യം, പക്ഷെ വൻപൻ സ്ട്രാറ്റജിക് പങ്കാളിത്തം പല രാജ്യങ്ങളുമായിട്ടുള്ളത്. ഇന്ത്യയുമായും തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നു. അതേ ആഗ്രഹം ഇന്ത്യക്കുണ്ടോ എന്നതാണ് വിഷയം. ഇവിടെ ഇസ്രയേൽ ആഗ്രഹിക്കുന്നു, തീർച്ചയായും ഇസ്രയേൽ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അറബി ലോകത്ത് തീർച്ചയായും ഇൻറോഡ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിക കരാറുകളിലൂടെ ഇപ്പോൾ കൈവന്നിരിക്കുന്ന അമേരിക്ക ഇടപെട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ തന്ത്രപരമായൊരു നിലപാടിലൂടെ ഇറാൻ പക്ഷത്തല്ല, പക്ഷേ ഇറാനെ സംരക്ഷിച്ച് നിർത്തണം എന്ന പക്ഷവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ എങ്ങും തൊടാതെ നിൽക്കുന്നു അറബി ലോകം. അത്യന്തികമായി അമേരിക്കൻ ചേരിയിലാണ് എന്നും പറയാം, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ. അങ്ങനെയെങ്കിൽ
ലോകത്തെ ഒരു റീ അലൈൻമെൻറ്റ് ഓഫ് ദ സ്ട്രാറ്റജിക് ഫോഴ്സസ് സാധ്യമാകണമെങ്കിൽ ആത്യന്തികമായ ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മോദിയുടെ സന്ദർശനത്തിന് തൊട്ട് മുൻപായി ഒരു പ്രപ്പോസൽ എന്ന നിലയിൽ പുറത്തോട്ട് വിട്ടു. ഇതാണ് ഒരു ഹെക്സഗണൽ അലയൻസ് എന്ന് ഇസ്രായേൽ പറയുകയും പാർട്ട്ണർഷിപ്പ് എന്ന് ഇന്ത്യ തിരുത്തി പറയുകയും ചെയ്യുന്ന നോമൻക്ലേച്ചർ എന്ത് തന്നെ ആയിരുന്നാലും ഒരു സഖ്യം. അതിൽ ഇസ്രായേൽ, ഇന്ത്യ, 2 രാജ്യങ്ങൾ. അതോടൊപ്പം ശ്രദ്ധിച്ചു കേൾക്കുക, അറബി രാജ്യങ്ങൾ ഏഷ്യയിലേത്, അറബി രാജ്യങ്ങൾ ആഫ്രിക്കയിലേത്, അതോടൊപ്പം മെഡിറ്ററേനിയൻ ശക്തികളായ ഗ്രീസും സൈപ്രസും. നോക്കൂ, എന്തൊരു സ്ട്രേഞ്ച് ബിൽഡപ്പ്. ഇന്ത്യ, ഇസ്രായേൽ, അറബ് കൺട്രീസ് ഇൻ വെസ്റ്റ് ഏഷ്യ, അറബ് കൺട്രീസ് ഇൻ നോർത്ത് ആഫ്രിക്ക, എലോങ് വിത്ത് ഗ്രീസ് ആൻഡ് സൈപ്രസ്. അപ്പം മറുപക്ഷത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്? ഇത് തീരെ ചെറിയൊരു ചിന്തയല്ല. ഇത് ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ഇത് തീരെ ചെറിയ ബുദ്ധിയല്ലല്ലോ എന്ന് പറയുന്നത് പോലെ അത്ര ചെറിയൊരു ബുദ്ധിയല്ല, അത്ര ഒരു ഇന്നസെൻ്റായി കാണാവുന്നൊരു ചിന്തയുമല്ല. ടർക്കി is viewed with suspicion by both India and Israel. Pakistan is viewed with suspicion by both India and Israel. നോക്കൂ, ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും അധികം ഓപ്പൺ സപ്പോർട്ട് നൽകിയ മുസ്ലിം രാജ്യം ഏതാണ്? ടർക്കിയല്ലേ? ടർക്കിഷ് ഡ്രോൺ, ടർക്കിഷ് മിസൈൽസ്, ടർക്കിഷ് മറ്റ് സാന്നിധ്യം, ടർക്കിഷ് കപ്പലുകൾ പോലും പാകിസ്ഥാൻ കറാച്ചി തീരത്തടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഓപ്പണായി എർദോഗാൻ എടുത്ത നിലപാടും പാകിസ്ഥാൻ അനുകൂലമാണ്. കാശ്മീർ വിഷയത്തിൽ തുർക്കി എടുക്കുന്ന നിലപാടും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ്. അങ്ങനെയെങ്കിൽ തുർക്കി തീർച്ചയായും നോട്ടപ്പുള്ളിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. 2 പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അധികമാരും കഴിഞ്ഞ വർഷം ശ്രദ്ധിക്കാതെ പോയതാണ്. ഈ ഇറാൻ അമേരിക്ക സ്റ്റാൻഡ് ഓഫിനിടയ്ക്ക് അത് കാര്യമായി ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ തന്ത്രപ്രധാനമായ ഒരു വലിയ കാര്യമാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള മിലിറ്ററി പാക്ട്. അതായത് സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ വിൽ കം ഫോർ ഇറ്റ്സ് റെസ്ക്യൂ. കാരണം എന്താ? പാകിസ്ഥാനാണ് അറബി ഇസ്ലാമിക ലോകത്തെ ഒരു രാജ്യത്തിനും ആണവായുധങ്ങളില്ല, പക്ഷേ നോൺ അറബ് ബട്ട് ഇസ്ലാമിക് കൺട്രി അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഇറാനും ഇന്തോനേഷ്യയും പാകിസ്ഥാനും തുർക്കിയുമെല്ലാം. ഇതിൽ ആകെ ആണവായുധങ്ങൾ കൈവശമുള്ളത് പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഇസ്ലാമിക ബോംബ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആഴ്സനലിനെ നമ്മൾ ഒരു ഭംഗി, അത് അബ്ദുൽ ഖാദർ ഖാൻ്റെ പാകിസ്ഥാൻ ആണവ പദ്ധതിയുടെ പിതാവാണ് അബ്ദുൽ ഖാദർ ഖാൻ. അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യാതമായ ഒരു പ്രയോഗമാണ് ഇസ്ലാമിക് ബോംബ്. അതുകൊണ്ടാണ് ഇസ്ലാമിക് ബോംബ് കൈവശമുള്ള പാകിസ്ഥാനുമായി സുന്നി ഇസ്ലാമിക ലോകത്തെ പ്രബല രാജ്യമായ സൗദി അറേബ്യ ഒരു പ്രധാനപ്പെട്ട കരാറിൽ ഏർപ്പെടുമ്പോൾ അവിടെ കണ്ണുമടച്ച് അറബി ഇസ്ലാമിക ലോകത്തെയും ഒന്നും വിശ്വസിക്കാൻ ഇസ്രായേൽ തയ്യാറാവില്ല. ഇസ്രായേലിൻ്റെ കട്ട എതിരായി നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. എക്കാലത്തും ഒരിക്കൽ പോലും ഇസ്രായേൽ സൗഹൃദമായൊരു നിലപാട്, അമേരിക്കൻ സൗഹൃദമായ നിലപാട് പാകിസ്ഥാൻ എടുക്കുമ്പോഴും അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേൽ സൗഹൃദമായ നിലപാട് പാകിസ്ഥാൻ എടുത്തിട്ടില്ല എന്ന് കൂടെ ഓർക്കണം. അവിടെയാണ് ഇന്ത്യയുടെ ഈ സ്ട്രാറ്റജിക് ഷിഫ്റ്റ്. ഇതൊരു ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? ഇത് ആലോചിക്കൂ, ഒന്ന് നിഷ്പക്ഷമായി ആലോചിക്കൂ. ഇവിടെ ഇന്ത്യയുടെ ചരിത്രപരമായ നിലപാട് എന്താണ്? പലസ്തീനിയൻ വിഷയത്തിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, ഓസ്ലോ കരാർ അനുസരിച്ചുള്ള 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. 1988 മുതൽ കൃത്യമായി ഇന്ത്യ 100% പാലസ്തീൻ പക്ഷത്താണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പാലസ്തീൻ എംബസി തുടങ്ങാനുള്ള അനുവാദം കൊടുത്തു. ഇപ്പോഴും ഈ റിപ്പബ്ലിക് ദിനത്തിലൊക്കെ പല ആവർത്തി പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇന്ത്യയുടെ ദേശീയ അതിഥിയായിരുന്നു പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ചെയർമാൻ യാസർ അറഫാത്ത്. അതിനുശേഷം പിന്നീട് പാലസ്തീൻ കോസ് 2 ചെതറി. ഗാസ, വെസ്റ്റ് ബാങ്ക് ഈ 2 പ്രദേശങ്ങളിലും വെവ്വേറെ ഭരണകൂടങ്ങളുണ്ടായി. ഹമാസ് ഒരു തീവ്ര നിലപാടെടുത്തു. പാലസ്തീനിയൻ അതോറിറ്റി അല്ലെങ്കിൽ PLOയുടെ അൽ ഫത്ത പാർട്ടി കുറച്ചുകൂടി മയമുള്ള നിലപാട് ഇസ്രായേലിനോട് എടുത്തു. ഇന്ത്യയുടെ നിലപാടിലും കാതലായ മാറ്റം വന്നത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 ശേഷമാണ്, 2017. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ ഒരുപാട് പുരോഗതികൾ തുടങ്ങി. ഇവിടുത്തെ ഇടതുപക്ഷ വിഭാഗങ്ങൾ, ഇന്ത്യയിലെ തന്നെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ നല്ലൊരു പങ്ക് ഒക്കെ തന്നെ സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് ഇന്ത്യയുടെ ഇസ്രായേലിനോടുള്ള സിവിലൈസേഷണൽ റീച്ച്.
ഇതൊരു സിവിലൈസേഷണൽ റീച്ച് എന്ന് ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സിവിലൈസേഷണൽ റീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ട് പല മനസ്സുകളിലും. ഇതിനെ ബാലൻസ് ചെയ്യാനായി ഒരു ജൂയിഷ് രാജ്യവും ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായ ഭാരതവും തമ്മിൽ ഒരു ഐക്യപ്പെടൽ, സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരണം ഇതുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന തിങ്ക് ടാങ്കുകൾ വളരെ പ്രബലമാണ്. ഇന്ത്യയിലും വിദേശത്തും ഉള്ള തിങ്ക് ടാങ്കുകൾ. ഇതനുസരിച്ച് ഇന്ത്യൻ ഭരണകൂടം ചലിച്ചു തുടങ്ങുമ്പോൾ നോക്കൂ, മോദിയുടെ സന്ദർശനത്തിൽ എല്ലാവരും കാത്തിരുന്നത് ഒരു വാക്കിന് വേണ്ടിയാണ്. മോദി പൊളിറ്റിക്കലി കറക്റ്റായ കാര്യങ്ങൾ ഇസ്രയേലിൽ ചെന്ന് എന്ത് പറയണമോ അത് പറഞ്ഞു. അതെന്താണ്? ഒക്ടോബർ 7, 2023 അഭിശപ്തമായ ദിവസമാണ്. ഇസ്രയേലിന് വേദനിച്ചു. 1200 പേരാണ് അവിടെ പിടിഞ്ഞു മരിച്ചത്. ടെററിസം, അതായത് ഹമാസിൻ്റെ കിരാതമായ ആക്രമണത്തിനെ ഒരു ടെററിസ്റ്റ് ആക്റ്റായിട്ടാണ് മോദി സൂചിപ്പിച്ചത്. സമാനമായ കാര്യം മോദി പറഞ്ഞത് മുംബൈയിൽ പാകിസ്ഥാൻ നടത്തിയ പാകിസ്ഥാൻ ISI സഹായത്തോടുകൂടി ലഷ്കർ ഇ തോയ്ബ നടത്തിയ ഭീകരാക്രമണവുമായി ചേർത്ത് വായിക്കുകയാണ്. അവിടെ ടെറർ, അപ്പോൾ ഹമാസിനെ ടെറർ ഗ്രൂപ്പായി ഒന്നും ഇന്ത്യ ആ രീതിയിൽ ഔപചാരികമായി അംഗീകരിച്ചില്ല എങ്കിലും മോദിയുടെ വാക്കുകളിലൂടെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഹമാസ് ടെറർ ആക്ടിവിറ്റി ഓൺ 7th October 2023 അതിനെ കഠിനമായി വിമർശിച്ചുകൊണ്ടും ഇസ്രയേലിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും അന്നെടുത്ത നിലപാട് ഒരിക്കൽ കൂടി റീഇറ്ററേറ്റ് ചെയ്യുന്ന മോദിയെ കണ്ടു. കയ്യടികളാണ്, വൻപൻ കയ്യടികളാണ് ഇസ്രയേലിൻ്റെ പാർലമെൻറ്റായ ക്നെസറ്റിൽ മോദിക്ക് ലഭിച്ചത്. അപ്പോൾ പല ചിത്രങ്ങളും ഡിസ്റ്റോർട്ടഡ് ചിത്രങ്ങൾ കണ്ടു. മോദി സംസാരിക്കുമ്പോൾ നെസറ്റിൽ നിന്നും കുറേ ആളുകൾ MP-മാർ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, ബെഞ്ചമിൻ നെതന്യാഹു ആദ്യം സംസാരിച്ചു. അപ്പോൾ ആണ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വിയോജിപ്പുള്ള പ്രതിപക്ഷത്തെ രാഷ്ട്രീയ കക്ഷികൾ ഇറങ്ങിപ്പോയി എന്നത് വാസ്തവമാണ്. മോദി സംസാരിച്ചപ്പോൾ അവരൊക്കെ കയറി വന്നു. കാരണം അവിടെ ഏത് പാർട്ടിയാണെങ്കിലും ഇസ്രായേലിൻ്റെ ഭരണകക്ഷിയോ ലിക്വിഡ് പാർട്ടി ആകട്ടെ ലിബറൽ പാർട്ടി ആകട്ടെ ഏത് പാർട്ടിയാണെങ്കിലും ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അവിടെ ഒരു കൺവേർജൻസ് ഉണ്ട്. ഇസ്രയേലി ഗവൺമെൻറ്റിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഭേദമന്യേ ഇന്ത്യയോടൊരു ഐക്യദാർഢ്യമുണ്ട്. അത് അവരുടെ നിലനിൽപ്പിൻ്റെ കൂടെ ആവശ്യമാണ്. ന്യായമായ അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അത് ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമല്ല, ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവിടെ വെൽ റിസീവ്ഡാണ്. പക്ഷേ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ എന്താണ് പറയേണ്ടത്? ഇസ്രയേൽ ഗാസയിൽ നടത്തിയ നരനായാട്ട്, അതേക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടായില്ല. 72,000 പേരാണ് അവിടെ ഗാസയിൽ പിടഞ്ഞു മരിച്ചത്. അതിൽ ഹമാസിൻ്റെ തീവ്രവാദികൾ ചെറിയ നമ്പർ മാത്രമേ ഉണ്ടാകൂ. മൊത്തത്തിൽ 72,000 ഒരു 10,000 പേരെങ്കിലും ഹമാസിൻ്റെ ആവാം. ബാക്കിയുള്ള ആളുകളോ സ്ത്രീകളും കുട്ടികളും നിസ്സഹായരും സാധാരണക്കാരായ ആളുകളും. അതിന് ഇസ്രയേൽ മനുഷ്യാവകാശ ലംഘനത്തിന് കണക്ക് പറയേണ്ടതല്ലേ? അതേക്കുറിച്ചൊരു സൂചന പോലുമില്ല. അതുമാത്രമല്ല, ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റങ്ങൾ, അധിനിവേശം, വെസ്റ്റ് ബാങ്കിൻ്റെ കണ്ണായ ഭൂമിയുടെ നല്ല ഭാഗവും ഇസ്രയേലി അധിനിവേശത്തിൽ ആയിക്കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ഏരിയ C എന്നൊക്കെ പറയുന്ന ചില കണ്ണായ പ്രദേശങ്ങൾ കൂടുതൽ ഇസ്രയേലി കിബുട്സുകൾ അവിടേക്ക് വരികയാണ്. അപ്പോൾ ഈ പ്രവണത, എക്സ്പാൻഷനിസ്റ്റ് ടെൻഡൻസീസ്, ഇതേക്കുറിച്ചൊന്നും തന്നെ ഇസ്രയേലിൽ ചെന്ന് പറയുന്നത് ബുദ്ധിയല്ല, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ വെയിൽഡ് ഒരു റെഫറൻസ് പോലും ഉണ്ടായില്ല. അതേസമയം ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. ഇസ്രയേലുമായി ഇതുവരെയുള്ളത് ആയുധ കച്ചവടം മാത്രമാണ്. ആയുധങ്ങൾ ഇസ്രയേലിൽ നിന്നും വാങ്ങുന്നു. ഇനി മുതൽ ഇനി മുതൽ ജോയിൻ്റായി ഇസ്രയേലുമായി ചേർന്നുകൊണ്ട് ആയുധങ്ങൾ വികസിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ടെക്നോളജി ട്രാൻസ്ഫർ, ഇൻ്റലിജൻസ് ട്രാൻസ്ഫർ. ഒന്നും മാത്രമല്ല, ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ വികസിപ്പിച്ചതുപോലെ ഇസ്രയേലുമായി ചേർന്ന്. കാരണം മിസൈൽ സാങ്കേതിക വിദ്യ രംഗത്ത്, അതുമാത്രമല്ല മിസൈൽ പ്രതിരോധ രംഗത്ത്, ഏറിയൽ ഡിഫൻസ് സിസ്റ്റത്തിൽ ലോകത്ത് അഗ്രഗണ്യമായ ഒരു സ്ഥാനമാണ് ഇസ്രയേലിനുള്ളത്. നോക്കൂ, ഇസ്രയേലിൻ്റെ ഫേമസ് ഡിഫൻസ് ഡോക്ട്രിനാണ് അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് അല്ലെങ്കിൽ ആരോ സിസ്റ്റം. സമാനമായ രീതിയിൽ അയൺ ബീം എന്ന് പറയുന്ന ലേസർ രശ്മികളെ ഉപയോഗിച്ചുകൊണ്ട് ഏറിയൽ ഡിഫൻസ് തീർക്കാമെന്ന, ഏത് ഏറിയൽ ഒബ്ജക്റ്റീവിനെ സർച്ചിലായിട്ട് അടിക്കുന്ന പോലെ ലേസർ ബീമുകൾ ഉപയോഗിച്ച് തകർക്കാമെന്നൊരു ചിന്തയാണ്, ആ ടെക്നോളജിയാണ്. ഇന്ത്യക്ക് അത് വേണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. അതേക്കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി ഇന്ത്യ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യക്കും
സുദർശന ചക്രം ഒരുക്കേണ്ടതുണ്ട്. അതാണ് നരേന്ദ്രമോദി കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സന്ദേശമായി നൽകിയതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഏറിയൽ ഡിഫൻസ്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ നഗരങ്ങൾക്ക്, ഡൽഹി പോലെയുള്ള പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലയിൽ ഡിഫൻസ്, സുരക്ഷ, ആകാശ സുരക്ഷ വളരെ നിർണായകമാണ്. അത് ദേശീയ താല്പര്യമാണ്, സംശയമൊന്നുമില്ല. ഇസ്രായേൽ അല്ലെങ്കിൽ ഏത് ചെകുത്താൻ്റെ കയ്യിൽ നിന്ന് പോലും ആയുധങ്ങൾ വാങ്ങിയും ദേശീയ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നത് തീർച്ചയായും ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ ഒരു തർക്കമില്ല. പക്ഷേ അത് കുറച്ചുകൂടി ആഴത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. അവിടെയാണ് ഒരു ജോയിൻറ്റ്, അത് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വിത്ത് ഇസ്രായേൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുമാത്രമല്ല, ഒരു സമഗ്രമായ, അമേരിക്കയുമായി ഇന്ത്യ ഒപ്പിടാൻ പോകുന്നത് പോലെയുള്ള ഒരു കോംപ്രഹെൻസീവ് ട്രേഡ് ഡീൽ ഇസ്രായേലുമായി ഇപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണിപ്പോൾ. അധികം വൈകാതെ തന്നെ ഒരു സമഗ്രമായ വ്യാപാര കരാർ, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് ഇസ്രായേൽ, ഇത് ലോകത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റാൻ. ഇപ്പം ഞാൻ പറഞ്ഞു, ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ബ്രിക്സിലെ രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർക്കണം. പക്ഷേ ബ്രിക്സ് ഉപേക്ഷിക്കാതെ തന്നെ ഇന്ത്യ മറ്റൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ അത് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുമെന്നറിയില്ല. കാരണം ഇസ്രായേൽ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഈ 6 മേഖലകൾ അടങ്ങുന്ന, അല്ലെങ്കിൽ 6 രാജ്യങ്ങൾ സഖ്യം, രാജ്യങ്ങളെന്നല്ല 6 മേഖലകൾ അടങ്ങുന്ന സഖ്യം അതൊന്ന് വർക്കൗട്ട് ചെയ്ത് വരണമെന്നില്ല. പക്ഷേ ഇന്ത്യ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒന്നുണ്ട്. ഇന്ത്യക്ക് ഐമാക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ട്രേഡാണ്. ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ത്രൂ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്. അപ്പം മിഡിൽ ഈസ്റ്റ് വഴി അത് നമ്മൾ UAE ഭാഗത്തെത്തി, അവിടുന്ന് ജോർദാനിലൂടെ ഇസ്രായേലിലെത്തി, മധ്യധരണ്യാഴി കടന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നീങ്ങുന്ന കര നാവിക സന്നാഹം, ഇത് തീർച്ചയായും ഇന്ത്യയുടെ ഭാവി പദ്ധതിക്ക് 2023 G20 സമ്മിറ്റിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ആശയമാണ്. ഇത് സൗത്ത് കോർപ്പറേഷനായിട്ട് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, ഈ നോർത്ത് സൗത്ത് കോർപ്പറേഷൻ്റെ ഒരു മേഖല കൂടിയാണ്. അത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഇന്ത്യ മറ്റൊരു സഖ്യത്തിലെ പങ്കാളിയുമാണ്. I2U2. എന്താണ് I2? ഇന്ത്യ I, ഇസ്രായേൽ I2, 2 I. അതുപോലെ 2 U, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് UAE. ഈ സഖ്യത്തിൽ പങ്കാളി I2U2. ഇതെല്ലാം ചേർത്ത് വായിക്കും. ഇതൊരു I2U2 കരാറാണ്. കാരണം അറബി രാജ്യങ്ങൾ, അത് സൗദി അറേബ്യ ഉണ്ട് അല്ലേ, UAE ഉണ്ട്. അറബി രാജ്യങ്ങളുമായി ഇസ്രായേൽ തമ്മിൽ അടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടായി കണ്ടിരുന്ന മുൻകാലങ്ങളിൽ അറബി രാജ്യങ്ങളെയും ഇസ്രായേലിനെയും രണ്ടായി കണ്ടു. ദർ വാസ് എ ഹൈഫനൈറ്റഡ് അപ്രോച്ച്. പാലസ്തീൻ വേറെ, ഇസ്രായേൽ വേറെ, ഇസ്രായേൽ വേറെ, അറബ് രാജ്യങ്ങൾ വേറെ, ഇസ്രായേൽ വേറെ, ഇറാൻ വേറെ. ഹൈഫനൈറ്റഡ് അപ്രോച്ചാണ്. ഈ ഹൈഫനൈറ്റഡ് അപ്രോച്ച് കുറച്ചുകൂടി നേർത്തു വരുന്നു. ഇതിനെ ഒരു സമഗ്രമായി കാണാനുള്ള ഒരു ശ്രമം, ഇൻറ്റിഗ്രേറ്റഡ് അപ്രോച്ചാണ്. ഇത് ഒരു ഞാണിന്മേൽ കളിയാണ്. ഡിപ്ലോമാറ്റിക് ടൈറ്റ് റോപ്പ് വാക്ക് എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണിത്. ഇതെങ്ങനെ ഇന്ത്യയുടെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഈ സമയത്ത് ഓടിപ്പിടച്ച് നരേന്ദ്രമോദി അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇത് ഈ മധ്യേഷ്യ കുറച്ചുകൂടി ശാന്തമായതിനു ശേഷം ചെയ്താൽ മതിയാകുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് യാതൊന്നും പറയാതെ എങ്ങനെയാണ് ഒരു പലസ്തീൻ കോസിന് വേണ്ടി ഇനി ഇന്ത്യക്ക് സംസാരിക്കാനാവുക? ഇന്ത്യ വോട്ട് ചെയ്തു. 100 രാജ്യങ്ങളോടൊപ്പം ചേർന്ന് പലസ്തീൻ കോസിന് അനുകൂലമായി വോട്ട് ചെയ്തു. അതൊക്കെ ശരിയാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇസ്രായേലിൽ ചെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ഇസ്രായേലിൻ്റെ അമേരിക്ക ഇടപെട്ട് നടത്തുന്ന സമാധാന ദൗത്യത്തിന് അനുകൂലമാണ്. ഇതൊക്കെ വെറും റെറ്ററിക് എന്നതല്ലാതെ കാര്യം വരുമ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റി സ്ട്രാറ്റജി, ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈം, ഇത് കൺവേർജ് ചെയ്യുന്നതായി കാണാം. അപ്പോൾ അറബ് രാജ്യങ്ങൾ എത്രത്തോളം, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോഴും, ഇസ്രായേലിൻ്റെ സ്കീം ഓഫ് തിങ്സിൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുണ്ട് എന്ന് പറയുമ്പോഴും, ഇന്ത്യയുടെ വിശ്വാസ്യത അവിടെ ലേശം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. പക്ഷേ ഓൺ സെക്കൻഡ് തോട്ട്സ്, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ഇന്ത്യയുടെ വിഖ്യാതമായ മുൻകാല വിദേശനയം പോലെ അല്ലിത്. വിദേശനയം തുടർച്ചയാണ്. ജരിജേര നയമൊക്കെയാണ് പണ്ട് പറയുന്നത്. ഇപ്പോൾ ആരാ പറയുന്നത്? ജരിജേര നയം. സ്ട്രാറ്റജിക് ഓട്ടോണമി, നമ്മുടെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്ത് നിലപാടിലേക്ക് നമ്മൾ നീങ്ങും. അതുകൊണ്ട് ഇറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജിയസ് സിറ്റുവേഷൻ ഇൻ സെക്യൂരിറ്റി വൈസ് ഫോർ ഇന്ത്യ. അത് നോക്കാം. രാജ്യസുരക്ഷയില്ലെങ്കിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നിലപാട് എന്ന രീതിയിലാണ് ഇതിനുള്ള ന്യായീകരണങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാനൊരു നിലപാട് ഇസ്രായേൽ അനുകൂലമെന്നോ
അറബി അനുകൂലമെന്നോ ഇന്ത്യ ചെയ്തത് പൂർണ്ണമായി ശരിയെന്നോ ഉള്ള രീതിയിലല്ല ഇതിൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ ആലോചിക്കൂ, ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേൽ പോയത് ന്യായമോ? ഇന്ത്യ ഇടപെട്ട കരാറുകളുടെ വിശ്വാസ്യത, ഇത് ഭാവിയിലെ ഇന്ത്യൻ വിശ്വാസ്യതയെ പരിപോഷിപ്പിക്കുന്ന ഒന്നാവുമോ? ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ നടപടി അത് ധീരമായ ഒരു നീക്കമാണോ, അതോ ഭാവിയിൽ ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു നീക്കമാണോ? നിങ്ങൾ ചിന്തിക്കൂ, പ്രതികരിക്കൂ.